അരി കുതിർത്ത് അരച്ച് കഷ്ടപ്പെടാതെ തന്നെ നല്ല വീർത്തുരുണ്ടിട്ടുള്ള നെയ്പ്പത്തൽ റെഡിയാക്കി എടുത്താലോ. അതിനായിട്ട് ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പുട്ടുപൊടിയാണ്. അപ്പോൾ 1 കപ്പ് പുട്ടുപൊടിയാണ് ഞാനിപ്പോൾ അവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1.25 കപ്പ് നല്ല തിളച്ച വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. പുട്ടുപൊടി മാത്രം വെച്ചിട്ട് നമുക്ക് ഈ ഒരു നെയ്പ്പത്തൽ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ഞാനിപ്പോൾ അവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊരു 10 മിനിറ്റോളം നമുക്കൊന്ന് അടച്ച് വെച്ചെടുക്കാം. ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 1/2 കപ്പ് തേങ്ങയിലേക്ക് ഒരു 4 ചുവന്നുള്ളിയും 1 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പുട്ടുപൊടിയിലേക്ക് ഇതും കൂടെ ചേർത്ത് നല്ല രീതിയിൽ തന്നെ കൈവച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം. അത്യാവശ്യം നല്ലൊരു സോഫ്റ്റ് ആവുന്ന രീതിയിൽ കുഴച്ചെടുത്തതിന് ശേഷം ചെറിയ ചെറിയ ബോൾസ് ആക്കി ഇതുപോലെ കയ്യിൽ വെച്ചൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം കവറിനുള്ളിലായിട്ട് നമ്മുടെ ബോൾസ് വെച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒരു പ്ലേറ്റ് വെച്ച് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ അത്യാവശ്യം കുറച്ചൊരു കട്ടിയിലാണ് കേട്ടോ ഇത് പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ അതാ എല്ലാതും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ കുറച്ചൊരു കട്ടിയിൽ വേണം കേട്ടോ നമ്മൾ ഈ ഒരു പത്തൽ പരത്തിയെടുക്കാനായിട്ട്. അപ്പോഴാണ് നല്ല രീതിയിൽ തന്നെ ഇതുപോലെ ഒന്ന് പൊങ്ങി കിട്ടുകയുള്ളൂ. അപ്പോൾ ഒരു സൈഡ് കുക്കായി കഴിഞ്ഞാൽ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് അടുത്ത സൈഡും കൂടെ ഒരു ഗോൾഡൻ കളറായി വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതാ എല്ലാതും സെയിം രീതിയിൽ തന്നെ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ല വീർത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ പത്തൽ ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി ഇഷ്ടമുള്ള കറിയുടെ കൂടെ ഇത് സെർവ് ചെയ്യാം.